മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ വി.കെ. ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 73 വയസ്സായിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. 4 തവണ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഖബറടക്കം നാളെ ആലങ്ങാട് ജുമാ മസ്ജിദിൽ നടക്കും. വിവരങ്ങൾ നൽകാനായി സിജോ വർഗീസാണ് ചേരുന്നത്. സിജോ, എത്ര മണിയോടുകൂടിയാണ് അന്ത്യമുണ്ടായത്? എന്താണ് ആശുപത്രിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിവ്യ, അല്പസമയം കൂടി കഴിഞ്ഞാൽ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് മാറ്റും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. ഏതാണ്ട് 5 മണിയോട് കൂടി ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ലേക്ഷോർ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം അവിടുന്ന് ചാക്കോളസ് കൺവെൻഷൻ സെൻ്ററിലെ കളമശ്ശേരിയിലെ ചാക്കോളസ് കൺവെൻഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ ചില മതാചാര ചടങ്ങുകൾ മാത്രം പൂർത്തിയാക്കാൻ ഉള്ളത്. അതിനുശേഷം ചാക്കോളസ് കൺവെൻഷൻ സെൻ്ററിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയായിരിക്കും പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഖബറടക്കം നാളെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ആലങ്ങാട് ജുമാ മസ്ജിദിലായിരിക്കും ഖബറടക്കം നടക്കുക. ഈ പൊതുദർശനത്തിന് ശേഷം 10 മണി വരെ കളമശ്ശേരി ഈ ചാക്കോളസ് കൺവെൻഷൻ സെൻ്ററിൽ പൊതുദർശനം ഉണ്ടാകും. അവിടെ നിന്ന് അതിനുശേഷം പിന്നീട് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ സൂക്ഷിക്കുന്ന മൃതദേഹം പിന്നീട് രാവിലെ 9 മണിയോടുകൂടിയായിരിക്കും പിന്നീട് അവിടെ നിന്ന് സംസ്കാരത്തിനായി കൊണ്ടുപോവുക. ആലങ്ങാട് ജുമാ മസ്ജിദിലായിരിക്കും ഖബറടക്കം നടക്കുക എന്നുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കളമശ്ശേരിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൊച്ചിയെ സംബന്ധിച്ചെല്ലാം എടുത്തു പറയേണ്ട ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അത്രമാത്രം ബന്ധം വി.കെ. ഇബ്രാഹിം കുഞ്ഞിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് മട്ടാഞ്ചേരി നിയോജക മണ്ഡലം അത് പിന്നീട് കളമശ്ശേരി നിയോജക മണ്ഡലമായി മാറി പരിണമിച്ചു വന്നപ്പോൾ എല്ലാം തന്നെ അവിടെ അതിൻ്റെ രീതിയിലെല്ലാം തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകൾ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാഴ്ചവെച്ച ഒരാൾ എന്ന നിലയിൽ അത്രമാത്രം ബന്ധം ഉണ്ട്. ആ ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. ആ ഒരു സാധ്യത കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 2001-ലും 2006-ലും പഴയ മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ MLA ആയിരുന്നു. ഒപ്പം തന്നെ 2011-ലും 2016-ലും കളമശ്ശേരിയിൽ നിന്നും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആൾ കൂടിയാണ്. ചില പ്രത്യേകതകൾ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കളമശ്ശേരി നിയോജക മണ്ഡലത്തിലും മട്ടാഞ്ചേരിയിലും എല്ലാം തന്നെ നടപ്പിലാക്കിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ചില ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ഉയർന്ന സമയത്തെല്ലാം തന്നെ ആ ഘട്ടത്തിൽ പോലും പ്രവർത്തനം മികച്ച രീതിയിൽ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം. മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തിൻ്റെ ഈ അവസാന MLA, ആ ഒരു അവസാന MLA, ഒപ്പം തന്നെ കളമശ്ശേരി എന്ന പുതിയ മണ്ഡലത്തിൻ്റെ പ്രഥമ MLAയും കൂടിയായിരുന്നു. ഒപ്പം തന്നെ 2 വട്ടം മന്ത്രിയായും പ്രവർത്തിച്ച ഒരാളാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയുമായ എല്ലാം തന്നെ പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. നേതാക്കൾ UDF-നെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ നേതാക്കൾ ഇപ്പോൾ അവിടെ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുമോ? ആശുപത്രിയിൽ സിജോ, കേൾക്കാമോ? മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ വി.കെ. ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. ലീഗിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം MSF-ലൂടെ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതമാണ് വി.കെ. ഇബ്രാഹിം കുഞ്ഞിൻ്റേത്. പിന്നീട് ജില്ലാ യൂത്ത് ലീഗ് ഭാരവാഹിത്വം, പിന്നീട് മുസ്ലിം ലീഗിന്റെ ഭാരവാഹിത്വവും വി.കെ. ഇബ്രാഹിം കുഞ്ഞ് വഹിച്ചു. നിലവിൽ മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി അംഗം കൂടിയായിരുന്നു വി.കെ. ഇബ്രാഹിം കുഞ്ഞൊപ്പം IUML നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ്. 4 തവണ അദ്ദേഹം തുടർച്ചയായി MLAയും ഒപ്പം 2 തവണ മന്ത്രിയുമായി അദ്ദേഹം ചുമതല വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. സിജോ തുടരുന്നുണ്ട്. സിജോ, ഇപ്പോൾ സിജോയിലേക്ക് വരാം. മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തിന്റെ അവസാന MLAയും അതുപോലെ തന്നെ കളമശ്ശേരി നിയോജക മണ്ഡലം രൂപീകൃതമായപ്പോൾ കളമശ്ശേരി എന്ന പുതിയ മണ്ഡലത്തിന്റെ പ്രഥമ ജനപ്രതിനിധി കൂടിയായിരുന്നു വി.കെ. ഇബ്രാഹിം കുഞ്ഞ്. 2005 ജനുവരി 6 മുതൽ 2006 മെയ് വരെ അദ്ദേഹം വ്യവസായ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായി ചുമതല വഹിച്ചിട്ടുണ്ട്. പിന്നീട് 2011-ലാണ് അദ്ദേഹം വീണ്ടും മന്ത്രിസ്ഥാനം വഹിച്ചത്. 2011 മുതൽ 2016 വരെ അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചിരുന്നു. ആ സമയത്താണ് പാലാരിവട്ടം വിവാദം ഒക്കെ ഉണ്ടാകുന്നത്. എന്തായാലും ലീഗിനെ സംബന്ധിച്ച് വലിയ വിയോഗം തന്നെയാണ് വി.കെ. ഇബ്രാഹിം കുഞ്ഞിൻ്റെ
മരണ വാർത്ത എന്നുള്ളത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഈ ആരോഗ്യ